റൂഫ് മേളിലോട്ട് കയറി. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണിത്. റൂഫ് മാത്രമല്ല, ഇലക്ട്രിക്കൽ, പ്ലംബിങ് അതുപോലെയുള്ള വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്ഡേഷൻ കാണിക്കാനായിട്ട് ഈ വീഡിയോ. വിൻഡോ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തില്ല, പക്ഷെ റൂഫെല്ലാം കഴിഞ്ഞു. റൂഫ് ചെയ്തിരിക്കുന്നതാണോ? റൂഫ് ഇത് ഗ്യാസിൻ്റെ ഹീറ്ററാണ് അവിടെ വരുന്നത്. നമ്മുടെ ഇലക്ട്രിക്കിന് ഓരോ ഗ്യാസ് ഹീറ്ററാണ്. അപ്പോൾ ഗ്യാസ് കണക്ട് ചെയ്ത് നമ്മൾ ടാപ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായിട്ട് വെള്ളം ചൂടാക്കും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന സിസ്റ്റം. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ കാണുന്ന റെഡ് കളറിലുള്ള പോയതാണ് ഹോട്ട് വാട്ടർ ലൈൻ. അതുപോലെ ബ്ലാക്കിൽ വരുന്നത് നമ്മുടെ നോർമൽ ലൈൻ. പിന്നെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് അവർ വലിച്ചിട്ടുണ്ട്. അവിടെ പ്ലഗുകളെല്ലാം കാണാം. ഇതാണ് മിക്സർ ടാപ്പ്, എക്സോസ്റ്റ് ഫാനിൻ്റെ ചെറിയ ലൈനാണ്. റൂഫ് കണ്ടോ? റൂഫിൻ്റെ അകത്ത് ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഒരു പ്ലഗാണ്. കാരണം ഇപ്പോൾ വരുന്ന ലൈറ്റുകളൊക്കെ ഇങ്ങനെ പ്ലഗ് ചെയ്യുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. പണ്ടൊക്കെ ഇങ്ങനെ ടെർമിനേഷൻ ആയിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പ്ലഗ് ചെയ്യുന്ന മോഡലാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ റൂഫ് കണ്ടോ? റൂഫിൻ്റെ ഷീറ്റിൻ്റെ താഴെ വേറൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതായത് ഒരു ചൂട് അകത്തേക്ക് വരാതിരിക്കാനായിട്ടുള്ള ഒരു ഷീറ്റ് അവരിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ കോണ്ടിട്ടൊന്നുമില്ല ഇവിടെ. ജസ്റ്റ് ഇങ്ങനെ ഒരു കേബിൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇടുകയുള്ളൂ. ആടാ കലങ്ങും വിലങ്ങും. ഇത് ഡാറ്റ കേബിള്. നമുക്കിവിടെ CCTVയുടെ കേബിൾ വലിക്കാനുണ്ട്. നമ്മുടെ ഡിഷ് വാഷർ വരുന്ന സ്ഥലമാണിത്. ഈ കാണുന്നത് അതിൻ്റെ കേബിളും. ഇവിടുത്തെ ഇലക്ട്രിക്കൽ കേബിളിംഗ് ഉണ്ടോ? വളരെ സിമ്പിളല്ലേ. നേരെ ഇങ്ങനെ മേളിൽ കൂടെ വലിക്കുന്നു. കോണ്ടിട്ടൊന്നുമില്ല, എല്ലാം ഓപ്പണാണ്. ഈ ഒരു ചെറിയ ഒരു ഹോൾ ഉപയോഗിച്ചിട്ടാണ് അവർ കേബിള് താഴോട്ട് എടുക്കുന്നത്. കേബിളുകളെല്ലാം വരുന്നിടത്തെല്ലാം അവർ ഇതുപോലെ ഒരു ക്യാപ്പ് ഉപയോഗിക്കും. നമ്മളിവിടെ നിന്ന് ഒരു CCTVയുടെ കേബിൾ വലിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സൂപ്പർവൈസറിനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ലൊക്കേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ 4 ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 4 കോർണർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ 2 ക്യാമറ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല. നമുക്കവർ പെർമിഷൻ തന്നുന്നുണ്ട് വലിക്കാനായിട്ട്. നമുക്ക് പിന്നെ അത് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല. ഇതൊരു 3 കോർ കേബിളാണ്. അതായത് 3 വയർ അതിനകത്തുണ്ടാവും. ന്യൂട്രൽ, എർത്ത്, ഫേസ് വയർ. ഈ കാണുന്ന റെഡ് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ഫേസ് വരുന്ന ലൈൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ മെയിൻ സോക്കറ്റുകൾക്കൊക്കെ അവർ 2.5 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയതിനൊക്കെ 1.5 കേബിളാണ് വലിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന വൈഫൈയുടെ റൗട്ടർ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. നമുക്ക് വൈഫൈയുടെ റൗട്ടർ വരുന്നത് അവർ ഇവിടേക്കാണ് വലിച്ചിട്ടിരിക്കുന്നത്. കണ്ടോ, ഈ ലൊക്കേഷനിലേക്ക്. അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് നമ്മളും വലിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇവിടുന്ന് വലിച്ച് നേരെ ഇതാണ്ട് ഈ കാണുന്ന ഈ ഒരു പൈപ്പ് ഉണ്ടോ? ഈ പൈപ്പ് ഇതാണ് NBNൻ്റെ പൈപ്പ്. NBN പൈപ്പിൽ കൂടെ അവർ കേബിളോടെ വരും. അതിനുശേഷം നമ്മളിവിടെ റൗട്ടർ ഇൻസ്റ്റാൾ ചെയ്യും. ആ പൈപ്പ് NBNൻ്റെ പൈപ്പ് ഏകദേശം പോകുന്നത് എനിക്ക് തോന്നുന്നു ആ സൈഡിലേക്കാണ് തോന്നുന്നു പോകുന്നത്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ ഫോർ നൗ.